ഈ ലോകത്തിൽ രണ്ട് പദ്ധതികളുണ്ട്. ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയ. സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഈശ്വരനായ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ. പ്രവൃത്തി നിവൃത്തി എന്ന് നമ്മൾ പറയുന്നതിനെ തന്നെയാണ് ജ്ഞാനയോഗേന സാഖ്യാനാം. ജ്ഞാനയോഗത്തിലൂടെ സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും. അവിടെ സാഖ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനികൾ തന്നെയാണ്. ജ്ഞാനമാർഗത്തെ സ്വീകരിക്കുന്ന സന്യാസിമാർ സാഖ്യന്മാർ, വിചാരശീലന്മാരെയാണ് സാഖ്യന്മാരെന്ന് അവിടെ പറയുന്നത്. അല്ലാതെ സാഖ്യം എന്നുള്ള ദർശനത്തെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെയല്ല. സാഖ്യ ദർശനം ഫോളോ ചെയ്യുന്ന ആളുകളെയല്ല അവിടെ സാഖ്യാനം എന്ന് പറയുന്നത്. ജ്ഞാനമാർഗം അവലംബിക്കുന്ന ആളുകൾ, ജ്ഞാനമാർഗം, വിവേകമാർഗം, വിചാരമാർഗം പിന്തുടരുന്ന വിചാരശീലന്മാർ സാഖ്യന്മാർ. അവരാണ് സന്യാസിമാരൊക്കെ ആവുന്നത്. അപ്പൊ വിചാരശീലാനാം ജ്ഞാനയോഗം. മറ്റത് കർമ്മയോഗേന യോഗിനാം. അവിടുത്തെ യോഗി എന്ന് പറഞ്ഞതും കർമ്മയോഗിയെ തന്നെയാണ്. പ്രവൃത്തി തൽപരന്മാരായിരിക്കുന്ന ആളുകൾക്ക് കർമ്മയോഗവും, വിചാരശീലന്മാരും നിവൃത്തി അന്തർമുഖരുമായിരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനയോഗവും എന്ന് 3-ാം അധ്യായത്തിൽ അവിടെ സാഖ്യ ശബ്ദം ഉദ്ദേശിക്കുന്നത് ജ്ഞാനികൾ, ജ്ഞാനപദ്ധതി പിന്തുടരുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ കപിലന്റെ സാഖ്യകാരിക എന്ന ആ ഒരു ദർശന സമ്പ്രദായത്തെ പിന്തുടരുന്നത് കൊണ്ടല്ല. അപ്പൊ ഗീതയിലെ സാഖ്യ ശബ്ദം സാഖ്യ ദർശനം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. സാഖ്യ ദർശനത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. സാഖ്യ ദർശനത്തിലെ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ആ സാഖ്യ ദർശനമല്ല ഈ സാഖ്യ യോഗം. ജ്ഞാനയോഗം തന്നെയാണ് സാഖ്യയോഗം. സമ്യക് ഖ്യാപയതി. തുടർന്ന് ടോപ്പിക് ഓഫ് നോളജ് എന്ന് തന്നെ പറയാതിന്. എന്താണ് സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ? ടോപ്പിക് ഓഫ് നോളജ്. യോഗം എന്നുള്ളത് ഇവിടെ ടോപ്പിക് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം നമുക്ക്. ഇവിടെ ആദ്യത്തെ ശ്ലോകം അവതരിപ്പിക്കുന്നത് സഞ്ജയൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തില് അവസാനം നിർത്തിയത് സഞ്ജയൻ തന്നെയാണ്. അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുമ്പോൾ അധ്യായങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഇതൊന്നാം അധ്യായമാകുന്നു എന്നൊന്നും പറഞ്ഞ് നിർത്തുമൊന്നുമില്ല. സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഞ്ജയൻ അവിടെ പറഞ്ഞിട്ട് 1-ാം അധ്യായത്തിലെ അവസാന ശ്ലോകം പറഞ്ഞ് കുറച്ചു നേരം ധൃതരാഷ്ട്രയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ധൃതരാഷ്ട്രക്ക് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും. ഉടനെ തുടങ്ങി. അപ്പൊ വ്യാസൻ അതിനെ സഞ്ജയ ഉവാച എന്ന് എഴുതി വെച്ചു. സഞ്ജയൻ പറഞ്ഞു എന്ന്. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം. എപ്രകാരം? മുൻ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച പ്രകാരം. ഏത് പ്രകാരത്തിലാണ്? അർജുനൻ വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഃ രഥോപസ്ഥേ ഉപാവിശത് എന്ന് പറഞ്ഞുല്ലോ. നയോത്സ്യേ എന്ന് പറഞ്ഞുല്ലോ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് അവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂലോ, ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്രകാരം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം തം. ആ തമ്മിനെ ഇവിടേക്ക് കൊണ്ടുവരണം. തം എന്ന് പറഞ്ഞാലോ അവനോട് എന്നാണ്. ഇവിടെ അർജുനന്റെ പേര് പറയുന്നില്ല. അർജുനം
മധുസൂദന ഉവാച എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം തുടർച്ചയാണ്. ഒരു ആശയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ പേര് ആവർത്തിച്ച് പറയാറില്ല നമ്മൾ. അദ്ദേഹം, അയാൾ, അവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ഒരിക്കൽ പേര് പറഞ്ഞാൽ പിന്നെ ഹി, പുരുഷനാണെങ്കിൽ ഹി, സ്ത്രീ ആണെങ്കിൽ ഷീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ ആ പേര് വർണ്ണിക്കില്ല. അതുപോലെ ഇവിടെ തം എന്ന് പറഞ്ഞത് അവനോട് പറഞ്ഞു എന്നാണ്. അവനോട് എന്ന് പറഞ്ഞാൽ അർജുനനോട് എന്നർത്ഥം എടുക്കണം. പൂർവോക്തനായ അർജുനനോട്. അപ്പൊ തഥാ അപ്രകാരം കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം തം അർജുനം. അർജുനൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇവിടെ ഇല്ലാത്ത വാക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. മധുസൂദന ഇതം വാക്യം ഉവാച. മധുസൂദനൻ ഈ വാക്യത്തെ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, ഇനി വരാൻ പോകുന്ന വാക്കുകളെ പറഞ്ഞു എന്നാണ്. അപ്പോൾ അർജുനനെ എന്തൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചു? കൃപയാ ആവിഷ്ടം, അശ്രുപൂർണ ആകുലേക്ഷണം, വിഷീദന്തം. 3 വിശേഷണങ്ങൾ തം എന്ന് പറഞ്ഞതിന്, അവനോട് എന്ന്. അപ്പൊ അർജുനൻ കൃപയാ ആവിഷ്ടം. കൃപയാ ആവിഷ്ടം എന്ന് പറഞ്ഞാല് കൃപ എന്നുള്ള കമ്പാഷൻ അല്ലെങ്കിൽ സിമ്പതി, സഹജീവികളോട്, തൻ്റെ ബന്ധുക്കളോട്, തൻ്റെ സഹോദരന്മാരോ അവരുടെ പുത്രന്മാരോ മാതുലന്മാരോ പിതൃക്കളോ പിതാമഹന്മാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വന്ന് നിരന്നു നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആ യുദ്ധരംഗത്ത് വന്നു നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ ബന്ധുക്കളോടെല്ലാം ഉണ്ടായ കമ്പാഷൻ അഥവാ സിമ്പതി, കാരുണ്യം, ദയ, അതിനാൽ ആവിഷ്ടനായിട്ട് കൃപയാ ആവിഷ്ട, കൃപയാവിഷ്ട. ആവിഷ്ടൻ എന്ന് പറഞ്ഞാല് ആവേശിക്കപ്പെട്ടവനായിട്ട്. കൃപ ഇങ്ങോട്ട് കയറി ആവേശിച്ചിരിക്കുകയാണ്. കൃപയാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാണ്. കൃപയാൽ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അർജുനൻ കൃപയുടെ അടിമയായിരിക്കുന്നു. ഓവർവെൽംഡ്, ഡോമിനേറ്റഡ് ബൈ സിമ്പതി. അതാണ് ഇവിടുത്തെ പ്രയോഗം. ഹി ഈസ് നോട്ട് ഇൻ ഹിസ് ഓൺ സെൽഫ്, ഹിസ് ഓൺ കൺട്രോൾ. ഹി ലോസ്റ്റ് ഹിസ് കൺട്രോൾ. ഹി ഈസ് ഓവർ പവേർഡ് ബൈ സിമ്പതി. അവിടെയാണ് ദോഷം. നമ്മൾക്ക് കാരുണ്യം, ദയ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നല്ലതാണ്. സഹജീവികളോട് ദയ വേണം. പക്ഷേ അത് നമ്മളോട് മറ്റുള്ളവർക്ക് സിമ്പതി തോന്നുന്ന അവസ്ഥയിലാവരുത്. മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നമ്മൾ അതിനേക്കാൾ സങ്കടപ്പെടുകയും കരയുകയും ചെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള കഴിവുണ്ടാവുമോ? ഒരാള് വളരെ ദുഃഖിച്ച് കരയുന്നു, നമ്മൾ കൂടെ ചേർന്നിരുന്ന് കരയുക. കാരണം നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇരുന്ന് കരയുക, സങ്കടപ്പെടുകയാണ്. നമ്മൾ അവശരായി. അത് കണ്ടിട്ട് അല്ലെ, ഈറ്റെടുക്കാൻ പോയവിടെ ഇരട്ട പെറ്റു എന്ന് പറയും നമ്മുടെ പാലക്കാട് ഭാഷയിൽ. എന്താർത്ഥം? ഈറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രസവം നോക്കുക, മിഡ് വൈഫിന്റെ ജോലി നോക്കുക, അതാണോ ഈറ്റെടുക്കുക. പ്രസവം ശുശ്രൂഷയ്ക്ക് പ്രസവിക്കാൻ സഹായിക്കാൻ പോയതാണ് മിഡ് വൈഫ്. ആ മിഡ് വൈഫ് തന്നെ അവിടെ 2 പ്രസവിച്ചാലോ അവളുടെ പ്രസവം ആര് നോക്കും? അതൊരു ചൊല്ലാണ്. എവിടെ ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു ചൊല്ല് പറയാം. അത് എന്തിനാ ചൊല്ല് പറയുന്നത് വെച്ചാല്, ഏത് കാര്യത്തെ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിലും നമ്മൾ അതിനേക്കാൾ ശക്തരായിരിക്കണം. നമ്മൾ വളരെ അവശരായി കഴിഞ്ഞാൽ, കൺട്രോൾ ഇല്ലാതായാൽ, നമുക്ക് സ്വയം നിയന്ത്രണമില്ലാതായാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സെൽഫ് കൺട്രോൾ നമ്മൾ കളയരുത്. ഇവിടെ അർജുനൻ കൃപയാ ആവിഷ്ട, കൃപയാ എന്നാ പറഞ്ഞിരിക്കണം. കൃപയാ എന്ന് പറഞ്ഞാൽ കൃപയാൽ അർജുന ആവിഷ്ട. അർജുനൻ കൃപയെ സ്വീകരിച്ചു എന്നല്ല, കൃപയാൽ അർജുനൻ ആവിഷ്ടനായി എന്നാണ്. കൃപയാണ് ഇവിടുത്തെ കർത്താവ്. അർജുനൻ അതിനാൽ ബാധിക്കപ്പെട്ടവനാണ്. കൃപയാൽ ബാധിക്കപ്പെട്ടവനാണ് അർജുനൻ. കർമ്മണി പ്രയോഗമാണ്, കർമ്മത്തിനാണ് പ്രാധാന്യം.
അർജുനൻ നിസ്സഹായനായിട്ടുള്ള അർജുനനെ കൃപ കീഴടക്കി. അത് വളരെ പാത്തറ്റിക് ആണ് അല്ലേ? ഒരാളൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോ അയാളെ രക്ഷിക്കാൻ ചെല്ലുന്ന ആളുകള് കുറെ കൂടി മനസ്സിന് ശക്തിയുള്ളവരായിരിക്കണം. അല്ല ബ്ലഡ് കാണുമ്പോഴേക്കും അയാളും തലകറങ്ങി വീണാൽ ഇപ്പൊ ആരെ ആദ്യ ആശുപത്രിക്ക് കൊണ്ടുപോകും? 2 ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും, 2 സ്ട്രെച്ചർ കൊണ്ടുവരേണ്ടി വരും. അപ്പോ അർജുനൻ എന്ന പുരുഷൻ ഒരു ക്ഷത്രിയനാണ്. അദ്ദേഹത്തിന് കൃപ എന്നുള്ള ഗുണം വളരെ നല്ല ഗുണമാണ്, ആവശ്യത്തിന് വേണം. അതിവിടെ അദ്ദേഹത്തെ ആവേശിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ ശക്തി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പൗരുഷം നഷ്ടപ്പെട്ടു, സ്വത്വം നഷ്ടപ്പെട്ടു, ബുദ്ധി ആകെ മൂടിക്കളഞ്ഞു, ഒന്നിനും കഴിവില്ലാത്തവനായി. അതാണ് ഇവിടെ കൃപയാ ആവിഷ്ടം എന്നുള്ള പ്രയോഗം. തം തഥാ കൃപയാ ആവിഷ്ടം. അപ്പൊ നമ്മൾക്കും കൃപ എന്നത് നല്ലൊരു ഗുണമാണ്, പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിക്കണം, നമ്മളെ കൃപ ഉപയോഗിക്കരുത്. നമ്മൾ കൃപയെ ഉപയോഗിക്കാം. നമ്മൾ കൃപയ്ക്ക് അടിമകളായാൽ നമ്മൾ നശിക്കും, സ്വയം നശിക്കും. അങ്ങനെ നശിച്ച ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റുള്ളവരോട് കൃപ തോന്നിയിട്ട് സ്വന്തം നിലനിൽപ്പ് മറന്ന് അവരെ സഹായിക്കാൻ സർവസ്വവും അങ്ങോട്ട് കൊടുക്കും. അവസാനം എന്താവും? ചിലപ്പോൾ അയാളും രക്ഷപ്പെടില്ല, താൻ മുങ്ങിയും പോകും. ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങി സഹായിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണോ? നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സഹായിക്കാം. കടം വാങ്ങി സഹായിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ നശിപ്പിക്കും. അത്രയും സിമ്പതി ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, വേറെ ആരുടെയെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കടം മേടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അയാൾ ചിലപ്പോൾ നേരെയാവുകയില്ല, എത്ര കൊടുത്താലും പടുകുഴിയാണ്, എത്ര തൂർത്താലും തൂരാത്തതായിരിക്കും. നമ്മൾ കടം വാങ്ങിച്ചത് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റാതെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും, ഇല്ലേ? അങ്ങനെ ആത്മഹത്യ ചെയ്തവരില്ലേ? ഇഷ്ടം പോലെ. അർഹതയില്ലാത്തവർക്ക് പോയി ജാമ്യം നിന്നിട്ടും അവരടക്കില്ല. അവസാനം നമ്മുടെ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകും, നമ്മുടെ ബിസിനസ് പൂട്ടിപ്പോണ്ടി വരും, നമ്മുടെ ജോലി നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ നമ്മുടെ നിലനിൽപ്പ് ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കൃപ കൊണ്ട് അവശരായിട്ട് പലർക്കും പല സഹായവും ചെയ്യുമ്പോൾ അത് സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവുന്നത് കാണാം. അതുപോലൊരു അവസ്ഥയാണ് ഇവിടെ അർജുനനെ ബാധിച്ചിരിക്കുന്നത്. അർജുനന്റെ പൗരുഷം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൃപയാ ആവിഷ്ടനായിട്ട്. അപ്പൊ കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം. അശ്രുപൂർണം, കണ്ണുനീർ നിറഞ്ഞ് ആകുലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്ത കണ്ണ്, ആകുലമായിരിക്കുന്ന ഈക്ഷണത്തോടു കൂടിയവൻ. എവിടെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും നോട്ടം ഉറയ്ക്കുന്നില്ല. അപ്പൊ ക്ഷത്രിയന്റെ എല്ലാ ലക്ഷണങ്ങളും നഷ്ടപ്പെട്ടു. ഒരു ഭീരുവായി, ഒരു ഭ്രാന്തനെ പോലെ കണ്ണിങ്ങനെ കറങ്ങിക്കൊണ്ട് അസ്വസ്ഥ ചിത്തനായി കണ്ണുനീർ നിറഞ്ഞൊഴുകിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള അശ്രുപൂർണ ആകുലേക്ഷണം. വിഷീദന്തം വിഷാദിക്കുന്നവനും തളർന്നവൻ, മാനസികമായി വല്ലാതെ തളർന്നവൻ ആണ് വിഷാദം. വിശേഷേണ ക്ഷീണിച്ചവൻ, ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും എല്ലാ തലത്തിലും തളർന്ന് ഡിപ്രസ്ഡ് ആയിട്ട്, ഒന്നിനും കഴിവില്ലാത്തവനായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ അർജുനനോട് മധുസൂദനഃ ഇദം വാക്യം ഉവാച. മധുസൂദനനായ ഭഗവാൻ ഈ വാക്കിനെ പറഞ്ഞു. അപ്പൊ മധുസൂദനനാണ് ഭഗവാൻ ഇവിടെ. മധുസൂദനൻ എന്നാൽ മധുകൈടവന്മാരിലെ ആ മധുവിനെ വധിച്ചവൻ. വാസ്തവത്തിലുള്ള മധുസൂദനൻ എന്ന് പറഞ്ഞാല് അജ്ഞാനനാശകനാണ്. കാരണം ഈ മധുകൈടവന്മാർ എവിടെ നിന്നുണ്ടായവരാണ്?
വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുണ്ടായവരാണ്. കർണമലം എന്നാൽ അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടായവരാണ് മധുവും കൈടവനും. അപ്പൊ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനനാശകൻ, അതാണ് മുഖ്യ അർത്ഥം. അജ്ഞാനനാശകനായിട്ടുള്ള ഭഗവാൻ അർജുനന്റെ മൂഢതയെ അകറ്റാൻ തീരുമാനിച്ചുകൊണ്ട് ആദ്യത്തെ ചികിത്സ, അതിത്തിരി കഠിനമായിട്ടുള്ള ചികിത്സയാണ്. നല്ല രൂക്ഷമായിട്ട് അർജുനനെ പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, അർജുനന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അർജുനന്റെ എല്ലാ നന്മകളെയും ചോദ്യം ചെയ്തുകൊണ്ട്, അർജുനന്റെ വ്യക്തിത്വത്തെ പിടിച്ച് ഉലച്ചുകൊണ്ട്, അവമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം അപ്പോഴേ അർജുനൻ ബാധിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് സടകുടഞ്ഞ് പുറത്തേക്ക് വരുള്ളൂ, ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്നോട് സിമ്പതി കാണിക്കുന്നില്ലല്ലോ ഭഗവാൻ, എന്നെ അനുകൂലിക്കുന്നില്ലല്ലോ. അർജുന കൊള്ളാട്ടോ, നീ നല്ലവനാണ് കേട്ടോ, നിനക്കിപ്പോഴെങ്കിലും അത് തോന്നിയില്ലോ, നന്നായി, ആരെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട, വാ പോവാ നമുക്ക് കാട്ടിലേക്ക് എന്ന് പറയും ഭഗവാൻ എന്ന് വിചാരിച്ചു. അത് പറയുന്നതിന് പകരം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭഗവാൻ അർജുനനെ മർമ്മത്തിൽ കുത്തുകയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞതുപോലെ, പുണ്ണിൽ കുത്തുക എന്ന് പറയും പോലെ. അതാണ് അർജുനൻ ഭഗവാന്റെ വാക്കുകള്. നോക്കാം. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈദത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വോത്തിഷ്ഠ പരന്തപ. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈദത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഭഗവാന്റെ ഇതം വാക്യം എന്ന് സഞ്ജയൻ പറഞ്ഞ ഈ വാക്യങ്ങളാണ് പറഞ്ഞത്. 2 ശ്ലോകങ്ങളിലാണ് ഭഗവാന്റെ വാക്യങ്ങൾ. ഇപ്പോഴത്തെ ഈ പ്രാരംഭഘട്ടത്തിൽ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇനിയും അർജുനന്റെ ഉള്ളിലുള്ളതൊക്കെ കുറച്ചുകൂടി ബാക്കി പുറത്തേക്ക് വരാനുണ്ട്. എല്ലാ അഴുക്കും, എല്ലാ ദുഷിച്ച രക്തവും ചലവും ഒക്കെ പീച്ചിക്കളഞ്ഞ ശേഷം മരുന്ന് വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ നല്ലതുപോലെ മുറിവ് ഏൽപ്പിക്കുകയാണ്. അല്ലെ, നമ്മൾക്കൊരു മുറിവ് പഴുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അവർ ദാക്ഷിണ്യം കാണിക്കുവോ? അവരാ പഴുപ്പിനെ നല്ലോണം ഇവിടെ കീറിയിട്ട് അതിലുള്ള ചലവും ചോരയൊക്കെ പുറത്തേക്ക് തള്ളിക്കളയും, എന്നിട്ട് വൃത്തിയാക്കും, എന്നിട്ടാ മരുന്ന് വയ്ക്കുക. അതുപോലെ ഇവിടെ ഭഗവാനും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അർജുനന്റെ ഉള്ളിലുള്ള അഴുക്കിനെ മുഴുവൻ കളയാൻ തീരുമാനിച്ചു. ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ശ്രീ ഭഗവാനുവാച. ഇവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ഭഗവാനുവാച എന്ന് പറയുന്നത്. പക്ഷെ ആ ഭഗവാൻ ആരാണെന്നുള്ളത് നമുക്ക് 11ാം ശ്ലോകം ആരംഭിക്കുമ്പോൾ കാണാം. അവിടെയാണ് ശരിക്കും ഭഗവാന്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഇത് ഉപദേശമല്ല, ഇത് അർജുനനെ ഒന്ന് നിന്ദിക്കാൻ വേണ്ടി, അർജുനനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി, അർജുനൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു ശാസന മാത്രമാണ്. ഉപദേശം തുടങ്ങിയിട്ടില്ല. ഉപദേശം തുടങ്ങുന്നത് 11ാം ശ്ലോകത്തിലാണ്. അപ്പൊ തൽക്കാലം ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു, അർജുന,
വിഷമേ സമുപസ്ഥിതം ത്വാ ഇദം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം കശ്മലം കുതഃ